നമസ്കാരം. നമ്മൾ ഇന്ന് കോറൽ 2024 ഒരു സീരീസ് ഓഫ് വീഡിയോസിന്റെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കോറൽ കോർപ്പറേഷൻ, നമ്മുടെ വെക്ടർ ഗ്രാഫിക്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനികളിൽ ഒന്നാണ് കോറൽ കോർപ്പറേഷൻ. കാനഡ ബേസ് ചെയ്തിട്ടുള്ള കോറൽ കോർപ്പറേഷൻ. അതിന്റെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാനഡയിലാണ്. അപ്പോൾ അവര് കോറൽ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ ഒന്നാണ് ഒരു പാക്കേജ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർസിന്റെ ഒരു ബണ്ടിൽ എന്ന് പറയുന്നതാണ് കോറൽ 2024 ഗ്രാഫിക്സിന്റെ പാക്ക്. അപ്പോൾ ഈ ഗ്രാഫിക്സ് 2024 കോറൽ ഗ്രാഫിക്സ് സ്യൂട്ട് എന്നാണ് എൻ്റെ പേര്. കോറൽ ഗ്രാഫിക്സ് സ്യൂട്ട് 2024 എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സീരീസ് എല്ലാം കുറേ ഒരു 10, 50, 100 ഉള്ള വീഡിയോസിന്റെ തുടക്കത്തിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ബേസിക് ലെവലിൽ കോറോണയെ പറ്റി അറിയാത്ത ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഡെലിവറി ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ തന്നെ എക്സ്പെർട്ട് ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാം, കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ എൻ്റെ മുമ്പിലുള്ളത് വളരെ ബേസിക് ആയിട്ട് ആദ്യമായിട്ട് കോറോണ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നുള്ളതിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങി ലാസ്റ്റ് വീഡിയോ എത്തുന്നവരുടെ ജേണിയിൽ നമ്മൾ പല കോറോണയുടെ എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്യും. പ്രധാനപ്പെട്ട എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് us start. ഓക്കെ. അപ്പോൾ കോറോണയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞു. കമ്പനി കാനഡയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവരാണ് ഒരു കോറൽ കോർപ്പറേഷൻ എന്നുള്ള പേരിലാണ് കമ്പനിയുടെ പേര്. അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ഡെവലപ്പ് ചെയ്ത് ലോകത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള വേൾഡ് ലെവലിൽ ഗ്ലോബലി റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്യൂട്ട്, അതായത് ഒരു പാക്കേജാണ്. ശരിക്കും സോഫ്റ്റ്വെയർസിന്റെ ബണ്ടിലാണ് കോറൽ ഗ്രാഫിക്സ് സ്യൂട്ട് 2024. ഇപ്പോൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമുക്ക് കോറൽന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിത് coreldraw.com/en/product coreldraw/ അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയി കോറൽഡ്രോ എന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ കോറൽഡ്രോ ഗ്രാഫിക്സ് 2024 പ്രൊഫഷണൽ ഗ്രാഫിക്സ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഫോർ Mac/Windows. മാക്കിൻടോഷിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ മാക്കിൻടോഷിനുള്ള ആപ്പിളിന്റെ മാക്കിൻടോഷിന്റെ സോഫ്റ്റ്വെയറിനും കോറൽഡ്രോ 2024 ഉണ്ട്. വിൻഡോസിന്റെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസിന്റെ കമ്പ്യൂട്ടറാണ്. വിൻഡോസിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒറിജിനൽ വേർഷനാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ദീപാവലി ഓഫറിന്റെ സമയത്ത് ഇതിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇതിന്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ 2016 ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് 16x6. അതിൽ നിന്ന് ഞാൻ നേരെ 2024 അപ്ഗ്രേഡ് ചെയ്തത്. ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ സോഫ്റ്റ്വെയർ ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോറൽ തന്നിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒറിജിനൽ സോഫ്റ്റ്വെയർ നമുക്ക് 15 ദിവസം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ചെയ്യാനും പറ്റും. നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്നുള്ള ഫുൾ ഫീച്ചേഴ്സ്. ഒരു ഫീച്ചർ പോലും ഡിസേബിൾ ചെയ്യാതെ തന്നെ ഒറിജിനൽ സോഫ്റ്റ്വെയർ വാങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് 15 ദിവസം ഫ്രീ ട്രയൽ ഉണ്ട്, നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒറിജിനൽ ഫ്രീ ട്രയലിന് ശേഷം ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 4.5 റേറ്റിംഗ് ആണ്, ഇന്റർനാഷണൽ റേറ്റിംഗ് കിടക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റും. 1020 റിവ്യൂ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ. ഇംഗ്ലീഷ് വെബ്സൈറ്റാണ് coreldraw.com/en എന്നാണ് ഇംഗ്ലീഷ് വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പർച്ചേസ് ഓപ്ഷൻ 2 ഓപ്ഷൻ, ഒന്ന് ഫ്രീ ട്രയൽ ഉണ്ട്, രണ്ടാമത്തത് ആനുവൽ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ 1 ടൈം പർച്ചേസ് ഉണ്ട്. ആനുവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2024 പുതിയതായിട്ട് വന്ന ഓപ്ഷനാണത്. ഒരു വർഷത്തേക്കുള്ള പ്ലാൻ, 12 മാസത്തേക്ക് നമുക്ക് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. 12 മാസം കഴിഞ്ഞാൽ നമുക്ക് അത് റിന്യൂ ചെയ്യാം അടുത്ത വർഷം. അപ്പോൾ ചിലപ്പോൾ ഈ വർഷം 2025 പുതിയ വർഷം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പുതിയ വേർഷനിലേക്ക് മാറാൻ പറ്റും. ഈ സബ്സ്ക്രിപ്ഷൻ തന്നെ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ അല്ല, നമ്മൾ പുതിയതിലേക്ക് മാറ്റാൻ പറ്റും. അത് ആ സമയത്തുള്ള പോളിസി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ പ്ലാനോ അല്ലെങ്കിൽ 1 ടൈം പർച്ചേസ് പ്ലാനോ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഓൺലൈനിൽ അവരുടെ ആനുവൽ പ്ലാൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന് മുമ്പ് ദീപാവലി ഓഫറിലാണ് ഞാനിത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്.
ഞാൻ കഴിഞ്ഞ ഏകദേശം ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. എൻ്റെ പേര് ശങ്കറാണ്. ശങ്കർ എൻ്റെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേര് ഐമാക് ക്രിയേഷൻസ് ആണ്. കഴിഞ്ഞ ഏകദേശം 29 കൂടുതൽ വർഷമായിട്ട് ഏകദേശം 30 വർഷം തികയാൻ പോകുന്നുണ്ട് ഈ ഫീൽഡിൽ. ഗ്രാഫിക് ഡിസൈനിങ് ആണ്, ക്രിയേറ്റീവ് ഡിസൈനിങ് 30 വർഷം ആണ് എൻ്റെ ഏകദേശം എക്സ്പീരിയൻസ്. ഈ വർഷം 2025 ഓഗസ്റ്റ് ഏപ്രിൽ മാസത്തോടുകൂടി എനിക്ക് 30 വർഷം ഈ ഫീൽഡിൽ നിന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ തൊട്ടുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണത് Corel Draw. അപ്പോൾ Corel അന്ന് വേർഷൻ 3 ആയിരുന്നു, 3 ആയിരുന്നു. പക്ഷേ ഇന്ന് 2024 വർഷമാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വേർഷൻസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 30 വർഷത്തെ ഒരു ജേണിയാണ് ഞാനും Corel Draw നമ്മളുള്ളത്, ഒരുമിച്ചുള്ള ജേണി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്, നമ്മുടെ മനസ്സിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് മുഴുവൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ Corel Draw. ഇൻഡസ്ട്രിയിലെ നമ്മുടെ ഫീൽഡിൽ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട് ഡിസൈനിങ്. പക്ഷേ പല ടൂൾസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡായിട്ടുള്ള AI ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി Corel Draw തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള കമ്പനിക്കാരുണ്ട്. അപ്പോൾ അവരിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും എനിക്ക് വളരെ യുണീക്കായിട്ടുള്ളതും എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സോഫ്റ്റ്വെയർ വെക്ടർ ഗ്രാഫിക്സിൽ എനിക്ക് Corel Draw ആണ്. അപ്പോൾ നമുക്കിതിലിപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കും എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് നമുക്കിത് ഫ്രീ ടൈമിൽ ഉപയോഗിക്കുക എന്നുള്ളതും നെക്സ്റ്റ് വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ഈ ചെയ്തിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ലിങ്കും, അതായത് Corel Drawന്റെ ഇന്ത്യൻ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.